ഈ AI ക്യാമറയും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും സോഫ്റ്റ്വെയറും ഉപകരണങ്ങളും എല്ലാം ഇങ്ങനെ ഒരു സർവൈലൻസിന് ഉപയുക്തമല്ല. അവർ വിചാരിച്ചാൽ ഈ സംവിധാനം അട്ടിമറിക്കാനും ഇതിനകത്ത് മറ്റ് വേർഷനുകളെ കൊണ്ടുവരാനും ഒക്കെ കഴിയും എന്ന് ഒരിക്കലും കരുതാനാവില്ല. ജനങ്ങളുടെ വിശ്വാസം സർക്കാരിലും ഉദ്യോഗസ്ഥ സംവിധാനത്തിലും സംവിധാനത്തിലുമുള്ള വിശ്വാസത്തിനെയാണ് ഈ വാർത്ത ഹനിക്കുന്നത്. 8 മണിക്കൂർ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടും വീടുകളിൽ നിന്നും മറ്റ് റോഡ് സുരക്ഷയ്ക്ക് ക്ലാസ് എടുക്കാനും ഒക്കെ ഓടി നടന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥർ ഈ വകുപ്പിലുണ്ട്. അവരുടെയൊക്കെ ഒരു ആത്മാഭിമാനം കളയുന്ന ഒരു നടപടിയാണിത്. മോട്ടോർ വാഹന വകുപ്പിലെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിജിലൻസ് പരിശോധന, ആ പരിശോധന നേരത്തെ തന്നെ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ക്യാമറ ഉപയോഗിച്ച് കൃത്രിമം കാണിക്കുന്നു എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു, ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യം മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ അവർ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ചില ഉദ്യോഗസ്ഥർക്ക് അത് വലിയ രീതിയിൽ തന്നെ ജോലിയെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്, മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരിൽ അതൃപ്തരുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംവിധാനം നടക്കില്ല എന്നുള്ളത് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വിനോദ് സാറാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഇത്തരത്തിൽ വിജിലൻസ് പരിശോധന മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമറയിൽ കൃത്രിമം കാണിക്കുന്നു എന്നുള്ളത്. അങ്ങനെ നടക്കുമോ? അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇത് സംബന്ധിച്ച് ഒന്നാമതായിട്ട് പറഞ്ഞാൽ ഈ AI ക്യാമറയും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും സോഫ്റ്റ്വെയറും ഉപകരണങ്ങളും എല്ലാം ഇങ്ങനെ ഒരു സർവൈലൻസിന് ഉപയുക്തമല്ല, അതിനുവേണ്ടി ഡിസൈൻ ചെയ്തതുമല്ല. ഒഫൻസുള്ള വാഹനങ്ങളുടെ സ്റ്റിൽ ഫോട്ടോകൾ മാത്രമാണ് ഈ ക്യാമറ ഒപ്പിയെടുക്കുന്നത്. ഈ ഒപ്പിയെടുത്ത പിക്ചേഴ്സ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ അപ്രൂവലിനായിട്ട് എത്തുന്നത്. മിനിമം ഒരാഴ്ച, അതിൽ കൂടുതൽ ആവാറുണ്ട്. ലൈവായിട്ട് ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനും ഇത് കാണാൻ പറ്റുകയുമില്ല. രണ്ടാമതായിട്ട് പറഞ്ഞാൽ വിജിലൻസ് പരിശോധനയെ ഭയക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വകുപ്പിലുണ്ടെങ്കിൽ കൂടിയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവർ വിചാരിച്ചാൽ ഈ സംവിധാനം അട്ടിമറിക്കാനും ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും ഉള്ള സോഫ്റ്റ്വെയറുകൾ മറ്റ് വേർഷനുകൾ കൊണ്ടുവരാനും ഒക്കെ കഴിയും എന്ന് ഒരിക്കലും കരുതാനാവില്ല. വകുപ്പിനൊരു തലവനുണ്ട്, സർക്കാരുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ട്. അവരുടെയൊക്കെ അനുമതി കൂടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കുമെന്ന് കരുതുന്നില്ല. മൂന്നാമതായിട്ട് പറഞ്ഞാൽ സർക്കാർ ഈ AI ക്യാമറ സംവിധാനത്തെപ്പറ്റി ആലോചിച്ച സമയം മുതൽ ഇതിനെപ്പറ്റി വളരെ സ്റ്റഡീഡും ആയിട്ട് വളരെ വാർത്തകൾ നൽകിയിരുന്ന ഒരു റിപ്പോർട്ടറാണ് ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വലിയ ന്യൂസായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വളരെ തെറ്റിദ്ധാരണാജനകവും അസത്യം നിറഞ്ഞതുമാണ്. ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ പ്രസ്തുത പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിന് പരാതി നൽകിയിട്ടുണ്ട്. പരിഹാരം ഉണ്ടാവുമെന്ന് കരുതുന്നു. ജനങ്ങളുടെ വിശ്വാസം സർക്കാരിലും ഉദ്യോഗസ്ഥ സംവിധാനത്തിലും സംവിധാനത്തിലുമുള്ള വിശ്വാസത്തിനെയാണ് ഈ വാർത്ത ഹനിക്കുന്നത് എന്നുകൂടി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രതിഷേധവും അറിയിക്കുന്നു. ഇതിപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദം, കാരണം ഇങ്ങനെയൊരു പത്രത്തിൽ വരുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്നു, സ്വാഭാവികമായും നാളെ പരിശോധനയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് കയറുമ്പോൾ അവരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതങ്ങൾ എത്രത്തോളമായിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ? 8 മണിക്കൂർ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടും വീടുകളിൽ നിന്നും മറ്റ് റോഡ് സുരക്ഷയ്ക്ക് ക്ലാസ് എടുക്കാനും ഒക്കെ ഓടി നടന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥർ ഈ വകുപ്പിലുണ്ട്. അവരുടെയൊക്കെ ഒരു ആത്മാഭിമാനം കളയുന്ന ഒരു നടപടിയാണിത്. ഇതൊക്കെ ചെയ്യുന്നത് എന്തോ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണെന്നും സ്വന്തം കീശ വീർപ്പിക്കാനാണെന്നുള്ള സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകുമ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥരാണ് ഈ അധികം ജോലിയെടുക്കുന്നതിൻ്റെ പേരിൽ പഴികേക്കുകയും അപമാനിതരാവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വാർത്തയിൽ കടുത്ത അതൃപ്തിയുണ്ട്, പരാതികൾ നൽകിയിട്ടുണ്ട്. കടുത്ത അതൃപ്തി എല്ലാ ഉദ്യോഗസ്ഥരിലും ഉണ്ട്. ഞങ്ങൾ ഈ പ്രസ്തുത പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിന് പരാതി നൽകിയിട്ടുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു തിരുത്തൽ വാർത്ത അവർ നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.
എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അതൃപ്തി തന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ക്യാമറകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ വസ്തുത നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത്. അതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ അവരെ വലിയ തരത്തിൽ ബാധിക്കുന്ന രീതിയിലാണ് ഈ വാർത്തകൾ നൽകിയിട്ടുള്ളത്. പല ഉദ്യോഗസ്ഥരെയും സംശയ നിഴലിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നൽകിയിട്ടുള്ളത്. അതിനോട് യോജിക്കാൻ കഴിയില്ല. വാർത്ത അസത്യമാണ് എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ തന്നെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അരുൺ പാലോടിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, റിപ്പോർട്ടർ തിരുവനന്തപുരം.